ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് മേക്കിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന നിലത്തൊന്നല്ല കേട്ടോ, സാധാരണ എല്ലാവരും ഫ്ലോർ ലെവലിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമുക്ക് ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അവർക്ക് കൈ എത്താത്ത രീതിയിൽ കുറച്ച് ഹൈറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ പല കഷ്ണങ്ങൾ കട്ടികളൊക്കെ കൊണ്ടു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാർപോർച്ചിൻ്റെ സെൻറ്ററായിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. മുറ്റത്തേക്ക് നീട്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു തൂണുണ്ട്, അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ബാക്കിലും കൂടെ 2 തൂണ് നാട്ടിയിട്ട് നമ്മൾ പണ്ട് വീടൊക്കെ വെക്കുമ്പോൾ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 തൂണുകൾ നാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം കെട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ആകൃതിയിൽ 2 കുഞ്ഞ് പലക കഷ്ണങ്ങൾ ജസ്റ്റ് രാണി തറച്ചിട്ട് 2 സൈഡ് സപ്പോർട്ട് ചെയ്തത് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാവരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വെച്ച് നല്ലോണം കെട്ടി പെട്ടെന്നൊന്നും അഴിഞ്ഞ് പോകാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിരുന്നത്. നമ്മൾ വീടുകൾ ചെയ്യുന്നത് ഇതാണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ബാക്ക് സൈഡിലാണ് 2 തൂണ്, അതുപോലെ സൈഡിൽ നമ്മൾ തൂണ് നമുക്ക് നിലത്ത് നമ്മൾ സപ്പോർട്ട് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. 3 കെട്ട് വന്നപ്പോൾ തന്നെ ആ 4ാമത്തെ തൂണ് നമ്മൾ താത്താതെ തന്നെ നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേൽക്കൂര കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് പലക നടുക്ക് ആണി തറച്ചിട്ട് 2 സൈഡും നല്ലോണം കെട്ടി ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കോട്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോ പലക കഷ്ണം വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ 2 പലകയാണ് കേട്ടോ നമുക്ക് ഫ്ലോറിൽ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന 2 ചെറിയ പലക കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അടിഭാഗം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മേലിൽ കെട്ടുന്ന സമയത്ത് ഒരു സൈഡ് നല്ലോണം സ്ലോപ്പായിട്ട് ഒന്നിച്ചിട്ട് കുത്തനെ നിൽക്കുമ്പോഴൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ മേൽക്കൂര പോലെ ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടുക്കിലും അതുപോലെ തന്നെ ആണി അടിച്ച് ജസ്റ്റ് ഒരു മേൽക്കൂര പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നടുക്കി കൂടി ഒരെണ്ണം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ പുല്ലുകളൊക്കെ വെക്കുമ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കി കൂടെയും കൂടെ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ പലകകൾ വെച്ച് കൊടുത്തിട്ട് നല്ലോണം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓരോ കോളം വരുന്നതിനകത്തും ഓരോ കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ 2 സൈഡ് അതുപോലെ തന്നെ ഈക്വലായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിലും നമ്മൾ കെട്ട് കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുല്ലിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കുറേ ദിവസം ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുൽക്കൂട് പൊളിക്കുക. അപ്പോൾ അത്രയും ദിവസം ഇരിക്കേണ്ടതാകുമ്പോൾ കെട്ട് നമുക്ക് ടൈറ്റായിട്ടെങ്കിൽ ലൂസൊക്കെ ആവുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് വെച്ചതൊന്നും കറക്റ്റായി നിൽക്കത്തില്ല. അത് നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് ഒരു സൈഡ് കെട്ടുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ 2 സൈഡും കെട്ടിയെടുക്കുന്നത്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ കുറേ പേരൊക്കെ റെഡിമെയ്ഡായിട്ട് പുൽക്കൂട് വാങ്ങിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് നേരത്തെ അല്ലാണ്ട് ചിലപ്പോൾ 2-3 ദിവസത്തെ കഷ്ടപ്പാടൊക്കെയാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതിനേക്കാളും ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്കായിരിക്കും. കാരണം അവർക്ക് നമ്മുടെ കൂടെ നടന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് തരാനും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനും, കാരണം അവർക്ക് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഏകദേശം മേൽക്കൂരിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുന്നതെന്ന്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. 2 സൈഡ് നമ്മൾ ഈക്വലായിട്ട് തന്നെ ഓരോന്നിനും കെട്ടുകൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൂടി നേരെ നീളത്തിൽ ഓരോ കഷ്ണം വെച്ച് അതൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിലത്ത് നമ്മൾ 2 പലക കഷ്ണമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ പലകയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നൂൽക്കാമ്പി കൂടെ നമ്മൾ കയറ്റിയിട്ട് ഒന്ന് കെട്ടായിട്ട് ഒന്ന് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോടെ കയറ്റുമ്പോൾ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 സൈഡ് നമ്മളതൊന്ന് കെട്ടി ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. കാരണം ഈ തട്ടിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ സെറ്റ് ചെയ്ത് ഉണ്ണീച്ച സെറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ഇളക്കമൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ട് ആകെ വൃത്തികേടായിപ്പോൾ. അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ 2 സൈഡ് നല്ലോണം വലിച്ചൊന്ന് കെട്ടി നല്ലോണം സപ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പലക കഷ്ണത്തിൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്താ പച്ചമടലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുറ്റത്ത് തന്നെ കുഞ്ഞു തൈത്തിങ്ങുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് പച്ചമടൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങൾക്കൊക്കെ പച്ചമടലെടുത്ത് അത് ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മുടെ നടുക്കുന്നതുകൊണ്ടും കൂടെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് നമ്മുടെ പലകയ്ക്ക് രണ്ട് സൈഡും കൂടെ ഓരോ സപ്പോർട്ട് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൻ്റെ സൈഡിൽ നമ്മൾ ചെരിച്ച രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ നേരെ താഴേക്കാണ് കൊടുക്കാറ്. ഈ തവണ നമ്മൾ സൈഡ് കൊടുത്തേക്കുന്നത് ഒന്ന് ചെരിച്ച രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒന്ന് കുറച്ചും കൂടെ സ്പേസ് കുറച്ചും കൂടെ വെച്ച് വലിപ്പമൊക്കെ തോന്നിക്കും. അപ്പോൾ ഈ തവണ ചെരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പുല്ല് വെട്ടാൻ പോകാനായിട്ട് നമുക്ക് മെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ദൂരേക്ക് പോകണം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മുടെ വീടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വരുന്നത്. കാരണം രണ്ട് സൈഡും നമ്മൾ മടലും കൊണ്ട് പച്ചമടലും കൊണ്ട് നമ്മൾ ചതുരക്കോളം വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പുല്ല് നമ്മൾ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് എങ്ങനെ മെയ്യുന്നതെന്നും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സൈഡാണ് മെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈഡ് നമ്മൾ പുല്ല് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെയും കൂടെ പച്ചമടൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉള്ളിൽ കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുല്ല് നമുക്ക് നല്ലോണം നേരെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിന് നടുക്കി കൂടിയൊക്കെ ഓരോ കമ്പുകൾ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് കെട്ടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ല് വെച്ച് നോക്കിയതിന് ശേഷം നമുക്കന്ന് കട്ടി കുറവ് ഉള്ളിലേക്ക് ഗ്യാപ്പ് ലൈറ്റൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ അതിന് മേളിൽ കൂടെ പിന്നെയും പുല്ലുകൾ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മേൽഭാഗം നമ്മൾ നോക്കണ്ട. കാരണം നമ്മൾ താഴ്ഭാഗം നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇപ്പം നോക്കുന്നത്. അതിൻ്റെ മേൽഭാഗം നമ്മൾ പിന്നീട് അത് കട്ട് ചെയ്ത് നമ്മൾ വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ നല്ലോണം ഇതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മേൽഭാഗത്തേക്കുള്ള പുല്ലുകളൊക്കെ ഒന്ന് വെട്ടി അതൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടാൻ വന്നപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. കുറച്ചും കൂടെ പുല്ലുകളൊക്കെ എൻ്റെ മേലിൽ കൊടുത്ത് വെച്ച് കൊടുത്ത് ഒന്നും കൂടെ എൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പുറകിൽ നിന്നും ഉള്ളിൽ കൂടെ കൂടെ കൈയിട്ട് നല്ലോണം കെട്ടി കൊടുക്കാതെ പുല്ല് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതൊന്ന് ലൂസായിട്ട് ഇങ്ങനെ നിൽക്കും. കാരണം 2-3 ദിവസം കഴിയുമ്പോൾ ഈ പുല്ല് നല്ലോണം ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കൂടെയും കൂടെ ഗ്യാപ്പിട്ട് നല്ലോണം കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് കുറച്ച് പുല്ലുകളും കൂടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ കട്ടി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേൽഭാഗത്തെ ബാക്കി മേലോട്ട് പൊന്തി നിൽക്കുന്ന പുല്ലുകളൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ മെയിന് പുല്ലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി അറിയാം. നമ്മൾ സാധാരണ നമ്മൾ ഓലയും കൊണ്ടൊക്കെ മെയിനേക്കാൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പുല്ലും കൂടെ നമ്മളിത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നല്ലോണം കട്ട് ചെയ്ത് അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കുറച്ച് വിത്തൊക്കെ എന്താ പറയുക നമ്മുടെ പറമ്പിലെങ്ങാനും വീട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷമൊക്കെ ഇഷ്ടം പോലെ ആയിരിക്കും ഈ സാധനം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളിത് ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയാറൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. കാരണം ഇതിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞാൽ വെച്ചാൽ ആ പ്രദേശം മുഴുവൻ ഈ സാധനം ഉണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇലയ്ക്കൊക്കെ നല്ല എന്താ പറയുക അരം പോലെയാണ് കേട്ടോ. കാരണം നമ്മളിത് വാരി പിടിച്ച് മുറിക്കുന്ന സമയത്ത് നമ്മളിത് വെക്കുന്ന സമയത്തൊക്കെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൻ്റെ രണ്ട് സൈഡും മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ മേൽഭാഗത്തേക്കുള്ള പുല്ലൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമ്മുടെ ബാക്ക് സൈഡാണ് ചെയ്യാൻ പോകുന്നത്. ആ ബാക്ക് സൈഡ് നമ്മൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ പുല്ല് വെക്കണം. നമ്മളിപ്പോൾ വെച്ച സമയത്ത് നമ്മൾ മുമ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ലൈറ്റൊക്കെ അടിച്ചിട്ട് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറകിൽ നിന്നും കൂടെ കുറച്ച് പുല്ലുകളൊക്കെ വെച്ച് അതൊന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ മേൽക്കൂരിയൊക്കെ നമ്മൾ മേഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലായാലും പുല്ല് മേയുന്ന സമയത്ത്
അതിൻ്റെ പുറകുവശത്തു നിന്നൊക്കെ നമ്മൾ മടൽ വെച്ച് ഉള്ളിൽ നിന്ന് കെട്ടിക്കൊടുത്ത് ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതായത് എൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ളും നമ്മൾ മേളിൽ കൂടിയൊക്കെ ഓരോ പച്ചമടൽ വെച്ച് ഉള്ളിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മേൽക്കൂര റെഡി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ ചെയ്യാനുള്ളത്. ഉൾഭാഗത്ത് നമ്മുടെ നിലം ഫ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഓൾറെഡി 2 തട്ട് പലകയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലിൽ തന്നെ ന്യൂസ് പേപ്പറൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ കുറച്ച് കുറവുകളാണ്, ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ ന്യൂസ് പേപ്പറാണ്, ആ വെള്ള തട്ടിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഫ്ലോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അറക്കപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ മണൽ പോലെയും മണ്ണൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ പാകത്തിൽ നമ്മൾ അറക്കപ്പൊടിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ നല്ലോണം വിരിച്ച് അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ലോണം നിരത്തി നമ്മൾ ഫ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഫുള്ള് നമ്മൾ പുല്ലൊക്കെ മേഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം വെട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ അറക്കപ്പൊടി നല്ലോണം ഫില്ല് ചെയ്ത് നല്ലോണം നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അറക്കപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ കൈ കൊണ്ട് തന്നെ ചുറ്റും നല്ലോണം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നല്ലോണം പണികളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് മേൽക്കൂര മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ചെറിയ മരങ്ങൾ പോലെയൊക്കെ നമ്മുടെ ഈ പൊരുട്ട്, അതായത് നമ്മുടെ തെങ്ങിൽ നിന്ന് വീഴുന്ന പൊരുട്ടാന്നൊക്കെ തന്നെയാണ് നിങ്ങളുടെ നാട്ടിലും പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് മരം പോലെയൊക്കെ നമ്മൾ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ഇത്രയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.